സോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലക്ഷറി കാർ ബ്രാൻഡായ റോൾസ് റോയ്സിനെ കുറിച്ചാണ്. അപ്പോൾ റോൾസ് റോയ്സ് അത് എങ്ങനെ എടുക്കാം? അതായത് നിങ്ങൾക്കൊരു റോൾസ് റോയ്സ് വാങ്ങാൻ പോകുമെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളൊരു റോൾസ് റോയ്സ് എടുക്കാൻ പോകുമെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറേ ക്യാഷ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ റോൾസ് റോയ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പ്രോസസ്സ് വഴി കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്ത് ആ കാർ എത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ. സ്റ്റെപ്പ് 1. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ ഷോറൂം പോയിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പോയിൻമെൻ്റ് എടുക്കുക എന്ന് വെച്ചാൽ ആകപ്പാടെ ഈ ഇന്ത്യയിൽ ഈ ഒരു 3 ഷോറൂം, അതായത് റോൾസ് റോയ്സിന് ആകപ്പാടെ 3 ഷോറൂം മാത്രമേ ഉള്ളൂ ഈ ഇന്ത്യയിൽ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു മുംബൈ, ചെന്നൈ, ഡൽഹി ഈ ഒരു 3 സ്ഥലത്താണ് ഈ റോൾസ് റോയ്സിൻ്റെ ഷോറൂം വരുന്നത് ഇന്ത്യയിൽ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കോൾ വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഡേറ്റ് പറയും. അപ്പോൾ ആ ഒരു ഡേറ്റിൽ നിങ്ങൾ ചെല്ലുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ രാജകീയ വരവേൽപ്പായിരിക്കും. ഒരു രാജാവിനെ പോലെ ആയിരിക്കും അവരെ സ്വീകരിക്കുക. അവർ നിങ്ങളെ സ്വീകരിക്കുക. ഓക്കെ. ഒരു VIP സെറ്റപ്പിലായിരിക്കും നിങ്ങളെ അവർ സ്വീകരിക്കുക. വലിയൊരു സെറ്റപ്പും കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും നിങ്ങളെ സ്വീകരിക്കുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം, പിന്നെ നിങ്ങൾ ഫിനാൻഷ്യലും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഫുൾ സെറ്റപ്പ് ആക്കും. നിങ്ങൾ റോൾസ് റോയ്സ് വാങ്ങാൻ ഗതിയുള്ള ആളാണോ, പിന്നെന്താ വെച്ചാൽ എങ്ങനെയാണ് നിങ്ങളുടെ ഫിനാൻസ് കൺട്രോൾ അവർ അവിടെ തന്നെ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഏത് മോഡൽ വേണമെന്ന് ചോദിക്കും. അപ്പോൾ ഒരു 4 മോഡൽ ഞാൻ പറയാം. റോൾസ് റോയ്സിൻ്റെ ഗോസ്റ്റ്, റോൾസ് റോയ്സിൻ്റെ കുല്ലിനാൻ, സ്പെക്ടർ വേരിയൻറ്റുകൾ വരുന്നതാണ്. അതുമാതിരി തന്നെ ഗോസ്റ്റ് റോയ്സിൻ്റെ ഫാൻറ്റം. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ജസ്റ്റ് ഞാൻ ഈ ഒരു 3 മോഡൽസ് പറഞ്ഞോളൂ. ഈ ഒരു വേരിയൻറ്റിൽ വരുന്ന ഏത് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടിയ മോഡൽ പറയാം. അത് കഴിഞ്ഞിട്ട് കസ്റ്റമൈഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ. ഈ ഒരു 3 മോഡൽസിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ റോൾസ് റോയ്സ് ഗോസ്റ്റ് എടുക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ റോൾസ് റോയ്സ് ഗോസ്റ്റ് സെലക്ട് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏകദേശം 44,000 മുകളിൽ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, 44,000 മുകളിൽ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ അത് പറയാം. അത് അവരെ തന്നെ കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കളർ ചൂസ് ചെയ്യാം. പിന്നെ കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻറ്റീരിയൽ വർക്ക്, അത് കഴിഞ്ഞിട്ട് സീറ്റ്, അത് കഴിഞ്ഞിട്ട് മുകളിലത്തെ നിങ്ങൾ റോൾസ് റോയ്സ് കാറ് കാണുന്നുണ്ടെങ്കിൽ മുകളിൽ ഇൻറ്റീരിയറിൽ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലൈറ്റ് എങ്ങനെ വേണം, അതിൻ്റെ ബാക്കത്തെ ഇതെങ്ങനെ വേണം, അതായത് റൂഫ് ടോപ്പിൽ എങ്ങനെ വേണം, അതുമാതിരി തന്നെ ബാക്കിൽ ഒരു ഡിസൈൻ വരും. അതിൻ്റെ പേരെനിക്ക് മറന്നുപോയി. അപ്പോൾ അതെങ്ങനെ വേണം, അതൊക്കെ ഫുൾ കസ്റ്റമൈഡ് ആയിരിക്കും. അതായത് A to Z കാര്യങ്ങൾ കസ്റ്റമൈഡ് ആയിരിക്കും. എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് അവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സംഭവം ഇത്ര അൾട്രാ ലക്ഷറി ആവാൻ തന്നെ കാരണം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ, അതായത് കസ്റ്റമൈഡ് നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ നിങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്രോസസ്സാണ് ബുക്കിംഗ് എമൗണ്ട്. ഓക്കെ. ഫസ്റ്റ് എമൗണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 20 ലക്ഷം മുതൽ 5 കോടി വരെ ഒരു ഫസ്റ്റ് എമൗണ്ട് നിങ്ങൾക്ക് അടയ്ക്കാം. എനിക്ക് തോന്നുന്നു അത്ര തന്നെ ഒരു 20 ലക്ഷം മുതൽ 5 കോടി വരെ ഒരു അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് നിങ്ങൾ അവിടെ കെട്ടിവെക്കണം. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രൊജക്റ്റ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാറ് നിർമ്മിക്കുന്നത് അത് ഇന്ത്യയിലല്ല നിർമ്മിക്കുന്നത്, അങ്ങ് ഇംഗ്ലണ്ടിലാണ്. ഓക്കെ. ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞ കാറ് നിർമ്മിക്കുന്ന ഫാക്ടറി അങ്ങ് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യമുള്ള എല്ലാ കാര്യങ്ങളും ബിൽഡ് ചെയ്ത് കസ്റ്റം ചെയ്ത് എല്ലാം ചെയ്യും. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഈ കാറ് നിങ്ങളുടെ കൈമൽ എത്താൻ 6 മാസം, ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം അല്ലെങ്കിൽ 18 മാസം, അത് നിങ്ങൾ പറയുന്നതനുസരിച്ചായിരിക്കും. കോസ്റ്റ് കൂടിയതുണ്ട്, കോസ്റ്റ് കുറവുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഏകദേശം എനിക്ക് തോന്നുന്നു 6 മാസം അല്ലെങ്കിൽ ഒരു 18 മാസം വരെ ടൈം എടുക്കും ഈ ഒരു കാറ് നിങ്ങളുടെ കൈമലേക്ക് എത്താൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഷോറൂം നിങ്ങളെ വിളിക്കും. നിങ്ങൾ ഏത് ഷോറൂമെന്ന് വെച്ചാൽ എടുത്തെന്ന് വെച്ചാൽ, അതായത് ഡൽഹിയിൽ നിന്നാണെങ്കിൽ അവിടെ ഷോറൂമിൽ നിന്ന് നിങ്ങളെ വിളിക്കും. നേരെ അവിടേക്ക് ചെല്ലുക. പിന്നെ അവിടുത്തെ ഡെലിവറിയും കാര്യങ്ങളും പറയാം. ഒരു വൺ സെറ്റപ്പ് ആയിട്ടായിരിക്കും ആ ഒരു ഡെലിവറി ഉണ്ടാവുക. അപ്പം അങ്ങനെയാണ് മെയിൻ പ്രോസസ്സ് വരുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളൊരു കാറ്, അതായത് ഈ റോൾസ് റോയ്സ് എടുക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള പ്രോസസ്സ് ഈ ഒരു ബേസിക് പ്രോസസ്സാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എടുക്കാൻ കഴിയട്ടെ. എല്ലാവരുടെയും ഒരു ഡ്രീം വണ്ടിയായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു റോൾസ് റോയ്സ് എന്ന് പറയുന്ന ഈ ഒരു കാറ്. എൻ്റെയും ഡ്രീമാണ് ഗൈസ്. നല്ല കോസ്റ്റ് വരുന്നുണ്ട്. അതുമാതിരി തന്നെ നമുക്കറിയാലോ,
അത്യാവശ്യം ഫണ്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല പൈസ ഇതിന് വേണ്ടി പൊട്ടിക്കണം. കോടികൾ പൊട്ടിച്ചാലേ ഉള്ളൂ ഈ സാധനം നമ്മുടെ കൈമ കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മെയിൻ്റെയിൻ ചാർജ്, സർവീസ് ചാർജ്, പെട്രോള്, അങ്ങനത്തെ എല്ലാ കണക്കുകൂട്ടലും നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം ഫണ്ടുള്ളവന്, അതായത് ക്യാഷ് ഉള്ളവന് ഈ സാധനം എടുക്കാൻ പറ്റുള്ളൂ. പച്ചക്ക് പറയുകയാണെങ്കിലും ക്യാഷ് ഉള്ളവന് ഈ സാധനം എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു കുറച്ച് മോഡലിന് ഗോസ്റ്റ്, കുല്ലിൻ ആൻഡ് സ്പെക്ടർ, ഫാൻറ്റം, ഈ ഒരു മോഡലിന് ഞാൻ പറഞ്ഞത് ഏകദേശം ഗോസ്റ്റിന്, അതായത് റോൾസ് റോയ്സ് ഗോസ്റ്റിന് ഏകദേശം 8 കോടി മുതൽ 10 കോടി വരെ ഇതിന് പ്രൈസ് ഉണ്ട്. അതുമാതിരി തന്നെ കുല്ലിനാൻ എന്ന് പറഞ്ഞ ആ ഒരു മോഡലിന് 10 കോടി മുതൽ 12 കോടി വരെ. അത് കഴിഞ്ഞിട്ട് സ്പെക്ടറിന് EV മോഡലാണ്, ഏകദേശം 8 കോടി മുതൽ 9 കോടി വരെ അതിനും വില ഉണ്ട്. അതുമാതിരി തന്നെ ഫാൻറ്റത്തിന് വരുന്നത് 12 കോടി മുതൽ 16 കോടി വരെ അതിനും പ്രൈസ് ഉണ്ട്. ഏകദേശം എങ്ങനെ നോക്കുകയാണെങ്കിലും ഒരു 20 കോടിൻ്റെ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു കാറ് കിട്ടും, റോൾസ് റോയ്സ് കാറ് കിട്ടും. ഓക്കെ. യാ, പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അത് ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു കാറ് വാങ്ങാമെന്ന് വിചാരിച്ചാൽ കിട്ടൂല. അതായത് എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, എനിക്ക് റോൾസ് റോയ്സ് വാങ്ങണം, നേരെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അവർ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നോക്കും, നിങ്ങളുടെ ബിസിനസ് നോക്കും, ഈ ഒരു കാറ് കൊണ്ട് നടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കും. ക്യാഷ് ഉള്ളവനാ നോക്കുള്ളൂ. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഒരു കട്ടെടുത്തിട്ട് ഒരു 20 കോടി മോഷ്ടിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഈ സംഭവം വാങ്ങാന്ന് വെച്ചാൽ പരിപാടി നടക്കൂല. നിങ്ങളടുത്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടോ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും, എന്താ, നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ ഉള്ളൂ ഈ ഒരു വണ്ടി അവർ നിങ്ങൾക്ക് തരത്തുള്ളൂ. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിലും നോക്കും. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ടൈം നിങ്ങൾ തന്നെ ബുക്ക് ചെയ്യണ ആ സമയത്ത് നിങ്ങളെ അവരെ ഷോറൂമിലേക്ക് വിളിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞാലേ ഉള്ളൂ ബാക്കി പ്രോസസ്സിലേക്ക് കിടക്കുള്ളൂ. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മുഖ്യമാണ് ഈ ഒരു വണ്ടി എടുക്കണമെങ്കിൽ. ഓക്കെ. ആ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബേസിക് കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇപ്പോഴത്തെ വീഡിയോസൊക്കെ, അതുപോലെ കാറിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാർ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. അതിനെ പറ്റിയുള്ള വീഡിയോസ് നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.